എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് lbscenter.in എന്നുള്ള വെബ്സൈറ്റ് വഴി ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. lbscenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്നുള്ളതോ അതല്ലെങ്കിൽ ഇവിടെ താഴെയായിട്ട് ഈ ഒരു അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സസ് 2025-26 എന്നുള്ള ലിങ്ക് മുഖേന നിങ്ങൾക്കൊരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് അപേക്ഷ സമർപ്പിക്കാനുള്ള പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സിന് ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര രൂപ ഫീസ് വരും എന്നുള്ളതും എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് SSLC സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ തന്നെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് വേണം. +2ൻ്റെ റിസൾട്ട് ഈ ഒരു മെയ് 21 വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റത്തില്ല. റിസൾട്ട് വന്ന ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് +2ൻ്റെ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ അതായത് ഈ ഒരു വെബ്സൈറ്റ് വഴി റിസൾട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു റിസൾട്ടിൻ്റെ ആ ഒരു മാർക്ക് ഷീറ്റിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാരണം +2 സർട്ടിഫിക്കറ്റ് ജൂൺ ലാസ്റ്റൊക്കെയാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു +2ൻ്റെ മാർക്ക് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ SC/ST വിഭാഗം ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/BC വിഭാഗത്തിലുള്ളവർ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ മക്കൾ ആണെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ഫീസ് ആനുകൂല്യമുള്ള അതായത് ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വെൽഫെയർ ഓഫീസിൽ നിന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്നിവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേരിയസ് ക്ലെയിം നേടാനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഇവിടെ സർട്ടിഫിക്കറ്റ്സ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിംസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ LBSൻ്റെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുന്ന ഈ ഒരു വെബ്സൈറ്റിൽ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ്സ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിംസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ ആണ് ആവശ്യമായിട്ടുള്ളത്, അത് എവിടെയാണ് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണാലിറ്റി തെളിയിക്കാനായിട്ട്, അതായത് നിങ്ങൾ കേരളൈറ്റാണെന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ജനിച്ചത് കേരളത്തിലെ പ്ലേസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് അത് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ അവരുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അവരും നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നുള്ളത് സംബന്ധിച്ചുള്ള വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റും ഒരുമിച്ച് PDF രൂപത്തിലാക്കിയിട്ട്, അതായത് നിങ്ങളുടെ പാരൻറ്റിൻ്റെ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ ആ ഒരു പാരൻറ്റും തമ്മിലുള്ള ബന്ധം, അതായത് നിങ്ങൾ ആരാണ് എന്നുള്ളത് തെളിയിക്കാൻ ആവശ്യമായിട്ടാണ്, അതായത് ആരുടെ ഡോക്യുമെൻ്റാണ് നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പാരൻറ്റിൻ്റേതാണ് എന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഒറ്റ PDF ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നേറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റിസർവേഷൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവിടെ സർട്ടിഫിക്കറ്റ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിംസ് എന്നുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതിൽ മറ്റ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫീസ് ആനുകൂല്യം, സ്കോളർഷിപ്പ് എന്നിവ ലഭിക്കാനായിട്ട് SC/BC OEC അതുപോലെ തന്നെ ST വിഭാഗത്തിലുള്ള അതുപോലെ തന്നെ അതായത് SC/ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ഒഴികെയുള്ള ഈ ഒരു വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ, സ്കോളർഷിപ്പ് എന്നിവ ലഭിക്കുന്നതിനായിട്ട് വില്ലേജ് ഓഫീസിൽ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മിശ്ര വിവാഹിതരിൽ ഒരാൾ SC/ST വിഭാഗത്തിലുള്ളവരാണെങ്കിൽ അവരുടെ മക്കൾക്ക് SC/ST വിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് തഹസിൽദാർ നൽകുന്ന മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ നേറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളതും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ NRI ഡോക്യുമെൻറ്റ്സ്, അതായത് NRI കോട്ട സീറ്റുകളിലേക്ക് ആവശ്യമുള്ളവർക്ക് NRI സീറ്റിലേക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. NRI സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ്, സ്പോൺസറുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, റവന്യൂ അധികാരികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർ ആണെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അത് 6 മാസത്തിനുള്ളിൽ ലഭിച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർ ഓൺലൈനായിട്ട് സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സഹിതം സെക്രട്ടറി, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ,
തിരുവനന്തപുരം 695001 എന്ന വിലാസത്തിൽ അപേക്ഷാ സമർപ്പണത്തിന് അവസാന തീയതിക്ക് മുമ്പായി അയച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നത് അല്ല എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ NCC കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർ ഓൺലൈനായിട്ട് സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് NCC കേഡറ്റായിട്ട് എൻറോൾ ചെയ്ത NCC യൂണിറ്റ് ഓഫീസ് മുഖേന ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NCC കേരള PB നമ്പർ 2212 തിരുവനന്തപുരം 695010 എന്ന വിലാസത്തിൽ അപേക്ഷാ സമർപ്പണത്തിന് അവസാന തീയതിക്ക് മുമ്പായിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം NCC കോട്ട സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നത് അല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വിവിധ തരത്തിലുള്ള റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസും കാര്യങ്ങളൊക്കെയാണുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവർക്ക് 3 ഇയർ വാലിഡിറ്റിയും, ഇൻകം സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് എന്നിവർക്ക് 1 ഇയർ വാലിഡിറ്റിയും, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് 1 ഇയർ വാലിഡിറ്റിയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഒരു അപേക്ഷ സമർപ്പിക്കുക. ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ ഡോക്യുമെൻറ്റ്സും റിസർവേഷൻ ഡോക്യുമെൻറ്റ്സുകളും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള സ്റ്റെപ്സ് പറയാം. അപ്പോൾ ആദ്യം ന്യൂ രജിസ്ട്രേഷൻ വഴി നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേയ്മെൻറ്റ് ഒന്നുകിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇവ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ചലാൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിന്ന് ചലാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചലാൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖ വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ ബാങ്ക് വഴി ചെയ്യുന്ന സമയത്ത് 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ വരിക. അപ്പോൾ ഈ ഒരു വന്ന ശേഷം ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വന്ന ശേഷം നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യൽ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ നൽകൽ, അതുപോലെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നൽകൽ എന്നിവയൊക്കെ നൽകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ PDF രൂപത്തിലാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ് ഏതാണെന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഡോക്യുമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള പേര് കൊടുത്ത് PDF സേവ് ചെയ്യേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് മാറിപ്പോവാതെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷനായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് ഏകദേശം ഒരു അപേക്ഷയുടെ ഡേറ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യപ്പെടുകയും അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലോഗിൻ ചെയ്ത് അത് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് സക്സസ്ഫുള്ളി, അതല്ലെങ്കിൽ ആദ്യം പ്രൊഫഷണലി ആക്സെപ്റ്റഡ് എന്നാണ് ഉണ്ടാവുക. പിന്നീട് ആപ്ലിക്കേഷൻ പരിശോധിച്ച ശേഷം അതായത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളൊക്കെ നൽകുക. ഇനി ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നോക്കാം. BSc നഴ്സിംഗ് കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതായത് ആദ്യം SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടേത് പറയാം. SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ഗവൺമെൻറ് സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിലാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. അതേസമയം സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾക്ക് ഈ ഒരു SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ള പോലെ സെയിം ഫീസ് തന്നെയായിരിക്കും ഉണ്ടാവുക. സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളിലും അതുപോലെ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന CPAS, അതുപോലെ തന്നെ CAP ഇതുപോലുള്ള വിവിധ സെൽഫ് ഫിനാൻസ് കോളേജുണ്ട്. അവിടെ നിങ്ങൾക്ക് 1000 രൂപയാണ് വരിക. എന്നാൽ ഒരു സെൽഫ് ഫിനാൻസ് ഗവൺമെൻറ്റിന് കീഴിലൊന്നും വരാതെ സ്രാസ്ന കോളേജിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജിൽ നിങ്ങൾക്ക് ഈ ഒരു സാധാരണ കോഴ്സ് ഫീസ് തന്നെയാണ് വരിക. പിന്നീട് നിങ്ങൾക്ക് ഈ ഗ്രാൻഡ് മുഖേന സ്കോളർഷിപ്പ് പോയി ആ ഒരു പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരികയാണ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളല്ല, അതുപോലെ OBC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ അല്ല എങ്കിൽ ഈ ഒരു നിങ്ങൾക്ക് വരുന്നത് അതായത് നിങ്ങൾ SC BSc അല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സിന് എങ്ങനെയാണ് ഫീസ് വരിക എന്ന് നോക്കാം. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 24,500 രൂപയാണ് വരിക. അപ്പോൾ ഓരോ വർഷം അനുസരിച്ച് ചെറിയ ഫീസ് വ്യത്യാസം വരും. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ഫീസ് ഏകദേശം ഒരു 24,500 രൂപയാണ് BSc നഴ്സിംഗ് കോഴ്സിന് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള കോഴ്സുകൾക്കാണെങ്കിൽ ഇതിലും ഫീസ് കുറവായിരിക്കും ഉണ്ടാവുക, അതായത് 24,000 താഴെ ആയിരിക്കും ഫീസ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്കിപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അത് ഗവൺമെൻറ് കോളേജിലും ഈ ഒരു സെയിം ഫീസ് തന്നെയാണ് ഉണ്ടാവുക. ഗവൺമെൻറ്റിൻ്റെ സെൽഫ് ഫിനാൻസ് കോളേജിലും അതായത് CPAS, CAP ഇതുപോലുള്ള കോളേജിലും ഈ ഒരു ഫീസാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട്, അതായത് സ്രാസ്ന കോളേജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കോളേജിൽ നിങ്ങൾക്ക് 1 വർഷം ഫീസ് വരിക 1,20,20,000 രൂപയാണ് ഫീസ് വരിക.
അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം 1,20,000 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് വരും, പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഫീസ് മുഴുവനായിട്ട് അടക്കേണ്ടി വരും. സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ ആദ്യം 25,000 രൂപയാണ് അടക്കേണ്ടി വരിക. പിന്നീട് അഡ്മിഷൻ സമയത്ത് ബാക്കി പൈസ നിങ്ങൾ കോളേജിൽ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഈ ഒരു കോളേജിൽ ഫീസ് ബാക്കി അടക്കുന്ന സമയത്ത് അത് ഒരുമിച്ച് തന്നെ അടക്കേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ 25,000 വരുന്ന സമയത്ത് ഏകദേശം 95,000 രൂപ ബാലൻസ് വരും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ തന്നെ കോളേജിൽ അടക്കേണ്ടി വരും. അത് ഗഡുക്കളായിട്ട് അടക്കാനോ മറ്റോ കോളേജുകൾ സാധാരണഗതിയിൽ അവസരം കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് തന്നെ പൈസ അടക്കേണ്ടി വരും. അപ്പോൾ മറ്റ് കോഴ്സുകളാണെങ്കിൽ ഏകദേശം 95,000, 85,000 ഈ ഒരു രീതിയിലൊക്കെ ഫീസ്, വാർഷിക ഫീസ് വരും. അപ്പോൾ നിങ്ങൾ BSc നഴ്സിംഗ് കോഴ്സ് ഗവൺമെൻറ്റിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1,00,000 രൂപയ്ക്കുള്ളിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 6-7 ലക്ഷം രൂപ നിങ്ങൾക്ക് ചിലവായിട്ട് വരും. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഹോസ്റ്റൽ ഫീസും അതിനനുസരിച്ച് വരുന്നതാണ്. ഹോസ്റ്റൽ ഫീസും ഏകദേശം നിങ്ങൾക്കൊരു 20,000 അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 10,000 ഈ ഒരു രീതിയിലൊക്കെ ഫീസ് വരാറുണ്ട്. അപ്പോൾ ഓരോ കോളേജ് അനുസരിച്ചും ഈ ഒരു ഹോസ്റ്റൽ ഫീസിൽ വ്യത്യാസം വരും. ചില കോളേജിൽ മെസ്സും അതുപോലെ തന്നെ ഹോസ്റ്റലും ഉൾപ്പെടെ ടോട്ടലായിട്ട് ഏകദേശം ഒരു 5,000, 7,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരിക. അപ്പോൾ ഓരോ കോളേജ് അനുസരിച്ചും ഈ ഒരു ഫീസിൽ വ്യത്യാസം വരും. ഇങ്ങനെ ഹോസ്റ്റൽ ഫീസ് കൂടി നിങ്ങൾക്ക് വരുന്ന സാഹചര്യത്തിൽ ഏകദേശം ഒരു 8 ലക്ഷം രൂപയ്ക്കുള്ളിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ ഹോസ്റ്റൽ നിർബന്ധമൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഹോസ്റ്റൽ ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വരാൻ പറ്റുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിനനുസരിച്ച് പോയിട്ട് വന്നിട്ട് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.